എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ധനുഷ്കോടിയെക്കുറിച്ചാണ്. ഹിന്ദുക്കളുടെ ഒരു പുണ്യസ്ഥലവും തീർത്ഥാടന കേന്ദ്രവുമാണ് രാമേശ്വരം ധനുഷ്കോടി. രാവണ സംഹാരത്തിന് ശേഷം മടങ്ങിയെത്തിയ ശ്രീരാമൻ രാവണനെ കൊന്ന ബ്രഹ്മഹത്യാദോഷം പരിഹരിക്കാനായി സീതാദേവിയോടും ലക്ഷ്മണനോടുമൊപ്പം ശിവലിംഗ പ്രതിഷ്ഠ നടത്താൻ മുഹൂർത്തം കുറിച്ച് കൈലാസത്തു നിന്ന് ശിവലിംഗം കൊണ്ടുവരാൻ ഹനുമാനെ അയച്ചു. വിദൂരത്തു നിന്നുള്ള കൈലാസത്തു നിന്നും ശിവലിംഗം എത്തിക്കാൻ ഹനുമാന് കാലതാമസം നേരിട്ടതിനാൽ സീതാദേവി തൻ്റെ കരങ്ങളാൽ മണലിൽ സൃഷ്ടിച്ച ലിംഗം മുഹൂർത്ത സമയത്തു തന്നെ പ്രതിഷ്ഠിച്ച് പൂജാതി ക്രിയകൾ അനുഷ്ഠിക്കുകയും ചെയ്തു. ശിവലിംഗവുമായി തിരിച്ചെത്തിയ ഹനുമാൻ പൂജ കഴിഞ്ഞത് കണ്ട് ദുഃഖിതനാവുകയും ഹനുമാനെ സാന്ത്വനിപ്പിക്കാനായി ശ്രീരാമൻ പ്രതിഷ്ഠ നടത്തിയ ശിവലിംഗത്തിന് സമീപം തന്നെ ഹനുമാൻ കൊണ്ടുവന്ന ശിവലിംഗം പ്രതിഷ്ഠിച്ചു. പ്രസ്തുത ലിംഗത്തിന് ആദ്യം പൂജ ചെയ്യണമെന്ന് ശ്രീരാമൻ കൽപ്പിച്ചു എന്ന് വിശ്വാസം. ധനുസിൻ്റെ അറ്റം എന്നാണ് ധനുഷ്കോടി എന്ന വാക്കിൻ്റെ അർത്ഥം. രാമൻ സേതുബന്ധനം തീർത്തത് ഇവിടെ നിന്നാണെന്നാണ് രാമായണത്തിൽ പറയുന്നത്. ശ്രീരാമൻ ലങ്കയിലേക്ക് സേതുബന്ധനം നടത്തുമ്പോൾ തൻ്റെ ധനുസ്സുകൊണ്ട് അടയാളപ്പെടുത്തിയിരുന്നത് ധനുഷ്കോടിയുടെ തെക്കേ അറ്റത്തായിരുന്നു. യുദ്ധാനന്തരം തിരികെ വരുമ്പോൾ രാവണൻ്റെ സഹോദരനും രാമഭക്തനുമായ വിഭീഷണൻ്റെ അപേക്ഷ പ്രകാരം ഭാരതതീരത്തെ ലങ്കയുമായി ബന്ധിപ്പിക്കുന്ന സേതുവിൻ്റെ ഒരറ്റം ശ്രീരാമൻ തൻ്റെ ധനുസ്സിൻ്റെ അറ്റം കൊണ്ട് മുറിച്ചു കളഞ്ഞു. ലങ്കയിൽ നിന്നും രാക്ഷസന്മാർ തിരികെ ഭാരതത്തിലേക്ക് കടക്കാതിരിക്കുവാൻ വേണ്ടിയായിരുന്നു അത്. പൗരാണിക കാലത്ത് മഹോദധി എന്നറിയപ്പെട്ടിരുന്ന ബംഗാൾ ഉൾക്കടലും രത്നാകരം എന്നറിയപ്പെട്ടിരുന്ന ഹിന്ദു മഹാസമുദ്രവും സംഗമിക്കുന്ന രാമസേതുവിലെ പുണ്യസ്നാനത്തിന് പവിത്രതയുള്ള സ്ഥലമായിരുന്നു. സീതയെ മോചിപ്പിക്കാൻ ശ്രീരാമൻ നിർമ്മിച്ച രാമസേതുവിൻ്റെ അവശിഷ്ടമെന്ന് വിശ്വസിക്കപ്പെടുന്ന ഏകദേശം 18 കിലോമീറ്റർ നീളത്തിൽ ശ്രീലങ്കയോളം എത്തുന്ന പാറക്കെട്ടുകളുടെ ഒരു നിര ധനുഷ്കോടിയിൽ നിന്ന് ആരംഭിക്കുന്നു. നന്ദി.